ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നമുക്ക് ലഞ്ചിനെടുക്കാനും ലഞ്ച് ബോക്സിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും ഡിന്നറിന് വേണമെന്നുണ്ടെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പിയാണ്. പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, മഷ്റൂം ഒക്കെ ഇട്ടിട്ട് നല്ലൊരു റൈസ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ പച്ചരിയാണെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുക്ക് ചെയ്ത് വരുമ്പോൾ കാണാനൊക്കെ കുറേ കൂടെ ഭംഗി ബിരിയാണി അരി തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ ബിരിയാണി അരി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ലെവലായിട്ട് 2 കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഒരുപാട് ഞെരിടാതെ പക്ഷേ വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് വെക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 4 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടാറ്റോയും 2 സവോളയുള്ളിയും 2 വലിയ പച്ചമുളകും ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചിയും 6-7 കഷ്ണം വെളുത്തുള്ളിയും 1 കപ്പ് ഗ്രീൻ പീസുമാണ്. അത് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കറിവേപ്പില വേണം, മല്ലിയില, കുറച്ച് പൊടികളൊക്കെ വേണം. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം കേട്ടോ. ഒരു 3-4 തണ്ട് കറിവേപ്പിലയും ഒരു 1/4 കപ്പ് അരിഞ്ഞ മല്ലിയിലയും വേണേ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ എൻ്റെ ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്യണേ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ. നിങ്ങൾക്കതൊക്കെ പ്രയോജനം ചെയ്യുമെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അതും കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഇപ്പം ഞാൻ മഷ്റൂം ക്ലീൻ ചെയ്യുന്നതൊന്ന് കാണിക്കുക കേട്ടോ. ആദ്യം നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി അതിൻ്റെ ആ താഴ്ഭാഗത്തെ മുട്ടിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലൊരു സ്കിന്നുണ്ട്. അത് മുകളിലോട്ട് ഇങ്ങനെ ഊരിയെടുക്കുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് പോരും. എന്നിട്ട് ആ സ്റ്റെം പോലെയുള്ളതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് അവിടെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അവിടെ എന്തെങ്കിലും അഴുക്കോ പുഴുവോ എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഒന്നുകൂടെ കഴുകിയിട്ട് വേണം നമ്മൾ മഷ്റൂം അരിഞ്ഞിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന ആ ബിരിയാണി അരി ഇതിലോട്ട് തട്ടിക്കൊടുത്തിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ അരി താഴ്ഭാഗത്ത് പോയി പറ്റിപ്പിടിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 4 ചെറിയ ബേ ലീഫും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇത് പാകത്തിന് കുക്ക് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓവർ കുക്ക്ഡായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അഥവാ ചെറുതായിട്ടെങ്ങാനും ഓവർ കുക്ക്ഡായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ ഒന്ന് തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടി ഒന്ന് ഉറച്ച് കിട്ടും. ഇപ്പോൾ ഒരു പകുതി പരുവേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മഷ്റൂം എല്ലാം ക്ലീൻ ചെയ്ത് നന്നായിട്ട് കട്ട് ചെയ്ത് ഓരോ വലിയ മഷ്റൂമായിരുന്നു. ആ ഓരോ മഷ്റൂമും 4ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയൊരു കടായി എടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ നല്ല പരുവത്തിനായി വന്നിട്ടുണ്ട്. ആ 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് നമ്മൾ ആ എടുത്തു വെച്ച പൊട്ടാറ്റോ എല്ലാം ഇതുപോലെ മുറിക്കുക. കൊച്ചു ക്യൂബ്സായിട്ട് മുറിച്ചിട്ട് തീരെ അങ്ങ് ചെറുതാവരുത് കേട്ടോ. ആദ്യം നമ്മുടെ പൊട്ടാറ്റോ എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോൾ അതായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ ആ പൊട്ടാറ്റോ പീസസിലെ കൂട്ടത്തിൽ വലുത് നോക്കി ഒരു പീസ് എടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ നമുക്ക് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്, ഒരുപാട് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മളതങ്ങ് വറുത്ത് കോരാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഫ്രോസണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോ 3/4 കപ്പോ ഡ്രൈ ആയിട്ടുള്ള പീസ് എടുത്ത് വെള്ളത്തിലിട്ട് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് അങ്ങനെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കാം. വേറെ കുക്ക് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാനായിട്ട് കൂട്ടത്തിൽ വലിയൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. ആ പൊട്ടാറ്റോ എല്ലാം ഫ്രൈ ചെയ്ത് മാറ്റി കഴിയുമ്പോഴേക്കും അതിനകത്ത് വീണ്ടും കുറച്ചുകൂടെ എണ്ണ കിടപ്പുണ്ട്. അതിലോട്ട് തന്നെ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസോ മഷ്റൂമോ വല്ലതും ഞാൻ ഈ ഒരു ഓർഡറിൽ അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഗ്രീൻ പീസ് തന്നെ ഇടുന്നതാണ് നല്ലത്. കാരണം മഷ്റൂം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മഷ്റൂമിൽ കുറച്ചുകൂടെ ഓയിൽ പിടിക്കും. അതിനേക്കാൾ നല്ലത് ആദ്യം ഗ്രീൻ പീസ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും അത് കുക്ക്ഡ് ആവും. അത് കുക്ക്ഡായി കഴിയുമ്പോഴത്തേക്ക് ഒരെണ്ണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് വെന്ത് കഴിയുമ്പോൾ അതും എല്ലാം കോരി മാറ്റി കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് വേണം നമുക്ക് മഷ്റൂം ഇടാൻ. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസും വെന്ത് വന്നിട്ടുണ്ട്. അതും ഈ പൊട്ടാറ്റോയുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് കോരി മാറ്റാമേ. നിങ്ങൾ കണ്ടല്ലോ, ബാക്കി കുറച്ചുകൂടി ഓയിൽ കിടപ്പുണ്ട്.
അതിലോട്ട് നമ്മുടെ മഷ്റൂമും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മഷ്റൂമൊക്കെ പെട്ടെന്നങ്ങ് വെന്തോളും കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് ഏതെങ്കിലും ഒരു പീസ് കൂട്ടത്തിൽ വലുത് നോക്കിയിട്ട് ഒരു പീസ് എടുത്തൊന്ന് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറി പെട്ടെന്ന് മഷ്റൂം അങ്ങ് വെന്ത് അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ചെറുതാവും പീസസ്. നമ്മുടെ മഷ്റൂമും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതും കൂടെ ആ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് ആ സെയിം പാത്രത്തിലോട്ട് തന്നെ ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളേ. ആ ബട്ടർ ഒന്ന് അലിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുത്ത് വെച്ചല്ലോ, അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചതാണ് കേട്ടോ. അത് അരിഞ്ഞ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. നന്നായിട്ടൊന്ന് ചതയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് ആക്കി എടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നല്ലത്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അതിനകത്തോട്ടൊരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റണം. ഇനി അതിലോട്ട് വേണ്ടത് കുറച്ച് പൊടികളുണ്ട്. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ഗരം മസാല. പൊടികൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും എല്ലാം ലെവലായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അളവ് സ്പൂണിന് 2 പ്രാവശ്യം ഗരം മസാലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂണാണ് ഗരം മസാല ഇട്ട് കൊടുത്തത്. ഞാനീ പറയുന്നതിൽ ചെറിയൊരു വ്യത്യാസം വരുത്തണം. കുരുമുളക് പൊടിയുടെ അളവ് 1/2 ടീസ്പൂൺ ആക്കിയിട്ട് 2 ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോഴാണ് ഈ റൈസിന് നല്ലൊരു നിറം വരുന്നത് കേട്ടോ. ഞാൻ ഈ ഒരു റൈസ് ഉണ്ടാക്കിയത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലെ ചില വ്യത്യാസങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അളവ് തന്നെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ലെവലായിട്ട് എടുത്തിട്ട് 2 ടീസ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും എടുത്താൽ മതി. ബാക്കി എല്ലാ അളവുകളും അതുപോലെ തന്നെ. പിന്നെ 1/2 ടീസ്പൂണാണ് ഗരം മസാല എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ചേർക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ അതിലോട്ട് ഒരു 2 വലിയ പച്ചമുളക് നടുവേ മുറിച്ചിട്ട് പിന്നെയും ഒന്ന് മുറിച്ചതും ആ സവോള ഉള്ളി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ ഇട്ട മസാലകളെല്ലാം ഇതേലും കൂടി അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരത്തക്കവണ്ണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം ഏറ്റവും അവസാനം നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇതിനകത്തോട്ടിട്ട് യോജിപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെന്ത ചോറ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോയും എല്ലാം നന്നായിട്ട് ആ മസാലയുമായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ചെയ്യാനുള്ളത് നമ്മുടെ ആ ഒരു വെന്ത ചോറ് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തള്ളി അങ്ങോട്ട് ഇളക്കാതെ അടിയിലൂടെ ആ സ്പാച്ചുല ഇട്ടിട്ട് ഇപ്പോൾ ദേ കാണിക്കുന്ന പോലെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മസാല ചോറിൽ മുഴുവനാക്കാനായിട്ട് കേട്ടോ. ഒരു ചോറ് പോലും വെളുത്തിരിക്കാതെ എല്ലായിടത്തും ഒരുപോലെ മസാല പിടിച്ച് കഴിയുമ്പോഴേക്ക് അതിൻ്റെ ഒപ്പം നമുക്ക് ഏറ്റവും അവസാനം കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കണം. വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ആദ്യമേ തന്നെ ഇട്ടങ്ങ് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും കുറച്ച് ഇളക്കിയാൽ മതിയല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിയില ഇടുമ്പോഴേക്ക് ഇച്ചിരി കൂടുതൽ വെന്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പാടാണ്. ഇത് കറക്റ്റായിട്ട് റൈസ് വെന്ത് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് ഏറ്റവും അവസാനം പിന്നെയും മല്ലിയില ചേർത്ത് ഒന്നുകൂടെ ഇളക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇച്ചിരി കാണും കൂടുതൽ നിങ്ങൾ വെന്ത് പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് മല്ലിയില എല്ലാം കൂടെ ഒന്നിച്ചിട്ടങ്ങ് ഇളക്കിയാൽ മതിയേ ചോറിൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് എല്ലാം ഒരേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യേണ്ട പാത്രത്തിലോട്ട് നമുക്കൊന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് എല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമേ. ഈ ചോറ് കാണാൻ തന്നെ എന്ത് ശേലായിരിക്കുന്നു അല്ലേ. കാണുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് കഴിക്കാനും കേട്ടോ. നിങ്ങളപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്